ഹലോ, നമുക്കിത് ഡേ ടു ഡേയിൽ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോകട്ടെ. ഒന്ന് രണ്ട് ഐറ്റംസ് വീട്ടിലേക്ക് വാങ്ങിക്കാണ്ടായിരുന്നു. ഒന്ന് രണ്ട് മാറ്റുകൾ, പിന്നെ കിച്ചൺ ടവൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ, ഒരു ബ്രഷ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല കിച്ചൺ മാറ്റുകളുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ ഫോട്ടോസാണ്, സ്പൈസസിൻ്റെ ഒക്കെ ഫോട്ടോസാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ചവിട്ടി നിൽക്കാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഫൈനലി ഏറ്റവും ബാക്കിലൊരു ഡിസൈൻ കിടപ്പുണ്ടായിരുന്നത് ഈ ഡിസൈൻ. ഇതാണോ നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. വീട്ടിൽ കൊണ്ട് വെള്ള ടൈലാണ് കിച്ചണിൽ. അപ്പം നല്ല ഭംഗിയുണ്ട്. അതിലേക്ക് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് മാറ്റോടൊക്കെ വാങ്ങിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ആളുകളൊക്കെ വന്ന് പിന്നെ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ അവിടെ ചെയ്യാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ബാക്കി മാറ്റുകളിലൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ പോയത് ആദ്യക്കൂട്ടിന് ഒരു ക്ലേ വാങ്ങിക്കാൻ വേണ്ടി കേട്ടോ. അവന് ക്ലേ വേണം. സ്കൂളിൽ ക്ലേ യൂസ് ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ വന്നും വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ ഒരു ക്ലേ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഡ്രസ്സ് മുതൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ തൊട്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അത് കാണിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, പണ്ട് 2018 ഞാൻ ആദ്യമായിട്ട് UAE വരുന്നത്. ആ ഒരു വീക്കെൻഡിൽ ചേട്ടൻ എന്നെ ആദ്യം കൊണ്ട് കയറ്റിയത് ഇവിടെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഷാർജ ഗിഫ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെയാണ് എന്നിട്ട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ആക്രി വെളുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങ് വിരകി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കോസ്മെറ്റിക് ഐറ്റംസ്, സ്കിൻ കെയർ ഐറ്റംസ്, പിന്നെ ഫുഡ് ഐറ്റംസ്, ചോക്ലേറ്റ്സ് ഇതൊന്നും വാങ്ങിക്കണ്ട, അത് നമുക്കല്ലാതെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യട്ടോ. എനിക്കിപ്പോഴും പേടിയാണ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി. കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പക്ഷേ നമ്മളതിനെ വാങ്ങിക്കാറില്ല. പിന്നെ ആദ്യമോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൻ സമ്മതിക്കത്തില്ല. പിന്നെ അവന് ഏറ്റവും ചെറിയൊരു ചോക്ലേറ്റ് എന്തെങ്കിലും വേണം വാങ്ങിച്ച് കൈ കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ രമ്മാൻ്റെമ്മൊക്കെ എടുത്ത് ആൾ കൈ പിടിച്ചു. പക്ഷേ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ കയറിയ ഒരു പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ഇവിടെ ലൈവ് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഇതൊക്കെ നല്ല ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് എടുത്തപ്പം ഡേ ടു ഡേ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ചേട്ടൻ അതുപോലെ തന്നെ ഭയങ്കര ഷോക്ക്ഡ് ആയി. ചേട്ടൻ ഈശ്വരൻ ഇനി ഇവിടെ ആയിരിക്കുമല്ലോ ഫുൾ ടൈം എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ചേട്ടൻ. പക്ഷേ ഇല്ല, ഞാൻ വളരെ കൺട്രോൾഡാണ് കേട്ടോ ഇപ്പം. കാരണം ആദ്യം കൊണ്ട് പോകുന്നത് അത്ര എളുപ്പമല്ല. ആളിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ടോയ് അല്ലെങ്കിൽ ഒരു മുട്ടായി, അതാണ് ആദ്യയുടെ ഒരു ശീലം. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ അത്യാവശ്യ സാധനങ്ങളെ വാങ്ങിച്ചുള്ളെങ്കിൽ എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങി കേട്ടോ. വീഡിയോ എടുക്കാനുള്ള ഇതിൽ എനിക്ക് എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങാൻ സമയം ചേട്ടൻ തന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.